CMRLന് ആശ്വസിക്കാൻ വകയുണ്ടെങ്കിലും വീണാ വിജയന് ആശ്വസിക്കാൻ വകയില്ല. CMRLന്റെ കാര്യത്തിൽ ED നടപടികൾ വെള്ളിയാഴ്ച വരെ തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. പക്ഷേ അത് ഹർജിക്കാർക്ക് മാത്രമാണ് ബാധകം. വീണാ വിജയനടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ ED നടപടികൾ തടഞ്ഞ ഹൈക്കോടതി. ഹർജിക്കാർക്ക് മാത്രം ബാധകം. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് EDക്ക് കോടതി നിർദ്ദേശം നൽകി. തുടർ നടപടി പാടില്ലെന്നത് ഹർജിക്കാർക്കെതിരെ മാത്രമാണ് ബാധകമാവുക. വീണാ വിജയനടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാം. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ ഭാഗം കേട്ടു. ED അധികാരപരിധിക്ക് അപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ED സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങുന്നതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമല്ലെങ്കിൽ ക്ലെയിം ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ലിമിറ്റഡ് കമ്പനിയല്ലേ, എക്സാലോജിക്കായുള്ള രേഖകളല്ലേ ED ചോദിച്ചതെന്നും CMRLനോട് കോടതി ചോദിച്ചു. ഷെഡ്യൂൾഡ് കുറ്റകൃത്യമുണ്ടെന്നായിരുന്നു EDയുടെ വാദം. അന്വേഷണം നടത്താൻ EDക്ക് അവകാശമുണ്ട്. എന്തിനാണ് എക്സാലോജിക്കിന് പണം കൈമാറിയത് എന്നതിൽ വ്യക്തതയില്ല. IT ജനങ്ങൾക്കാണെന്ന് പറഞ്ഞെങ്കിലും ഇതുണ്ടായിട്ടില്ലെന്ന് SFIO റിപ്പോർട്ടിലുണ്ട്. ദുരൂഹമായ ഇടപാടിനുള്ള വഴിവിട്ട നീക്കങ്ങളാണ് ഇതെന്ന് SFIO കണ്ടെത്തലുണ്ടെന്നും ED വാദിച്ചു. ഇരുഭാഗത്തിൻ്റെയും വാദം കേട്ട ശേഷമാണ് ഹർജി വിധി പറയാനായി മാറ്റിയത്. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും CMRLന് വേണ്ടി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്രയും ഹാജരായി.